നിലമ്പൂരിൽ UDFിൻ്റെ വിജയം സുനിശ്ചിതമാക്കാൻ മുൻ MLA ആയ PV അൻവർ നെട്ടോട്ടത്തിൽ തന്നെയാണ്. അതിന് കാരണം മറ്റൊന്നാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം തൃണമൂൽ കോൺഗ്രസിലേക്ക് കയറി പറ്റിയ നാൾ മുതൽ തന്നെ തൃണമൂൽ കോൺഗ്രസിന് കേരളത്തിൽ ഒരു മുന്നണി പ്രവേശനം അൻവറിലൂടെ സാധ്യമാക്കാനാണ് മമതാ ബാനർജി ലക്ഷ്യമിടുന്നത്. അതിനുവേണ്ടിയാണ് അൻവറിനെ കൊൽക്കത്തയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഭിഷേക് ബാനർജിയുമായി ചർച്ച നടത്തി കാര്യങ്ങൾ ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളായിരിക്കും അഭിഷേക് ബാനർജി കൊടുക്കുന്നത് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. നിലവിൽ അൻവറിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ വിട്ട് മറ്റേതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കുക എന്നതുപോലും പ്രാധാന്യമുള്ള കാര്യമല്ല. എന്നാൽ വളരെ വൈകാതെ തന്നെ തൃണമൂലിലേക്ക് നിരവധിയായ LDFിൽ പ്രവർത്തിക്കുന്ന പല നേതാക്കളും എത്തും എന്നാണ് അൻവർ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. ഇടത് സ്വതന്ത്രന്മാരായി മലപ്പുറത്ത് മുസ്ലിം ലീഗിനെ എതിർക്കാൻ കച്ചകെട്ടി നിന്നവരൊക്കെ വളരെ വൈകാതെ തന്നോടൊപ്പം തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേക്കേറാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സൂചന കൂടി അൻവർ നൽകിയിരിക്കുകയാണ്. അൻവറിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് അറിയാതെ ഇരട്ടിത്തപ്പുകയാണ് CPIM. പ്രത്യേകിച്ചും M സ്വരാജ് അൻവറിനെ വളരെ മോശമായ രീതിയിൽ പദപ്രയോഗം ഉൾപ്പെടെ നടത്തിയിരിക്കുകയാണ്. എന്നാൽ സ്വരാജ് നിലമ്പൂരുകാരനായിട്ട് പോലും CPIM ടിക്കറ്റിൽ നിലമ്പൂരിൽ നിന്ന് മത്സരിക്കാൻ അദ്ദേഹത്തിന് ഭയമാണ്. അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തതും അതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹം കഴിഞ്ഞ തവണ തൃപ്പൂണിത്തറയിൽ വന്ന് K ബാബുവിനെ പരാജയപ്പെടുത്താം എന്ന ലക്ഷ്യവുമായി വീണ്ടും 2016 ആവർത്തിക്കുമെന്ന് വിചാരിച്ച് മത്സരിച്ചെങ്കിലും 1200 വോട്ടുകൾക്ക് പരാജിതനായി. അതിനുശേഷം ആകെ അസ്വസ്ഥനാണ്. കാരണം നിലവിൽ സ്വരാജിന് രാജ്യസഭാ സീറ്റും ഇല്ല, ലോക്സഭയിൽ മത്സരിക്കാൻ ടിക്കറ്റ് കൊടുത്തില്ല, നിയമസഭയിൽ ഇനി എവിടെ നിന്ന് എന്നുള്ള വലിയ ചോദ്യമായി അവശേഷിക്കുകയാണ്. ഇനി തൃപ്പൂണിത്തുറയിൽ ചെന്നാൽ ക്ലച്ച് പിടിക്കില്ല എന്ന് സ്വരാജിന് നന്നായി അറിയുകയും ചെയ്യാം. ഏതായാലും അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ലക്ഷ്യം രാജ്യസഭാ സീറ്റ് തന്നെയാണ്. അത് കൊടുക്കാം എന്ന ഉറപ്പ് ഏറെക്കുറെ തൃണമൂൽ കോൺഗ്രസ് പാലിക്കും എന്ന ഉറപ്പിന്മേലാണ് PV അൻവർ ഈ ഭഗീരഥ പ്രയത്നം നടത്തുന്നത്. തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിലേക്ക് കയറ്റുന്നതിൽ സാങ്കേതികമായ തടസ്സം പലതുമുണ്ട്. പ്രത്യേകിച്ചും ബംഗാളിൽ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയായി അവിടെ ഇന്ത്യ മുന്നണി സജീവമല്ല. എന്നാൽ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുമായി കൂട്ടുകൂടിയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ പല നയങ്ങളുമായും കോൺഗ്രസ്സിന് പൊരുത്തക്കേടുണ്ടെങ്കിലും BJP എതിർക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിൻ്റെ പേരിലാണ് തൃണമൂൽ കോൺഗ്രസുമായി കോമൺ മിനിമം പ്രോഗ്രാം എന്ന രീതിയിൽ സഹകരിച്ച് മുന്നോട്ട് പോകുന്നത്. പക്ഷേ വരും ദിവസങ്ങളിൽ ബംഗാളിൽ എടുക്കുന്ന സമീപനം എങ്ങനെയായിരിക്കും, അതിൻ്റെ ഒരു അനുരണനം കേരളത്തിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.